കാസർഗോഡ് കരിന്തളം സ്വദേശി ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രം മരണകാരണം വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണമാല അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അരുൺ പാറക്കൽ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നലെ മൃതദേഹം കണ്ടെത്തിയതിൽ ചില സംശയങ്ങൾ, കൊലപാതകമെന്ന സംശയം ജനിപ്പിക്കുന്നതിൽ ചില നിഗമനങ്ങൾ പോലീസ് എത്തിയിരുന്നു. ഈ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുക്കം പോലീസ് എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? എന്താണ് ഇതിലെ ദുരൂഹത? സുഹൈലെ, രണ്ട് കാര്യങ്ങളിലാണ് പോലീസിന് പ്രധാനമായും ദുരൂഹതയുണ്ടായിരുന്നത്. ഒന്ന്, ലക്ഷ്മി മരിച്ചു കിടക്കുന്ന സമയത്ത് ലക്ഷ്മിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം ആരോ വിച്ഛേദിച്ചിരുന്നു. ഇതിലൊരു വ്യക്തത ഇനിയും പോലീസിന് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ഒരു സ്വർണ്ണമാല, ലക്ഷ്മിയുടെ കഴുത്തിൽ നിന്ന് ഒരു സ്വർണ്ണമാല കാണാതായിരുന്നു. പക്ഷേ ആ സ്വർണ്ണമാല പോലീസിന് ഗ്യാസ് സ്റ്റവിന് അടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ലക്ഷ്മിയുടെ വീട് പുറത്തുനിന്ന് അടച്ച നിലയിലായിരുന്നു, പക്ഷേ വീടിൻ്റെ പുറകുവശത്തെ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പോലീസിനൊരു ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കാനുള്ള കാരണമുണ്ടായത്. എന്തായാലും മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു അനുമാനത്തിൽ, കൊലപാതകം സംബന്ധിച്ച ഒരു അനുമാനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ മോഷണമാണോ അതോ ഈ ഹൃദയസംഭരമാണോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മുൻപും ലക്ഷ്മിയുടെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. അതാണ് മോഷണ ശ്രമം ഉണ്ടായോ എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് കടക്കാൻ കാരണം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അരുണാണ് വിവരങ്ങൾ നൽകിയത്. മോഷണശ്രമത്തിന്റെ സാധ്യതകൾ നിലവിൽ അവിടെ കണ്ടെത്താനായിട്ടില്ല. സ്വർണ്ണമാല കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിലും പുറത്തെ വാതിൽ തുറന്നിട്ടതിലും ചില സംശയങ്ങൾ പോലീസിനുണ്ട്. മരണകാരണം അറിഞ്ഞ ശേഷം വിശദമായ അന്വേഷണത്തിൽ കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.